ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് ദീപുവേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 10 ഡേറ്റ് ആണ്. ഇന്നലെ ഓഗസ്റ്റ് 9 നക്ഷത്രം. ഞാനും ദീപുവേട്ടനും തിരുവോണാണ്. അപ്പോൾ നമ്മൾ നക്ഷത്രത്തിന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇന്നിപ്പം ഡേറ്റിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ ദീപുവേട്ടനെ വിഷ് ചെയ്തു. രാവിലെ തന്നെ അല്ല, 12 മണിക്ക് തന്നെ വിഷ് ചെയ്തു. രാവിലെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റൊക്കെ ഞാൻ ഓൾറെഡി നടാലിലെ എക്സാമിന് പോയടങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം. അതൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും ചെയ്യുക. ഓൺ വോയിസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ദീപുവേട്ടൻ ഇതാ റെഡിയായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ദീപുവേട്ടനും ബ്ലാക്കാണ്, ഞാനും ബ്ലാക്കാണ്. ഇതാണ് ഒരു ടീഷർട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. വേറെ ഒന്നും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായോ? ബ്രൗൺ ടീഷർട്ടാണ്. ദീപുവേട്ടൻ കണ്ണടയൊക്കെ മാറ്റി. അതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചിലപ്പം വരും. ഇത് എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ദീപുവേട്ടന് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ജൂൺ തൊട്ടിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സർപ്രൈസ് ബർത്ത്ഡേക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് എൻ്റെ കൺമുന്നിൽ എനിക്കൊരു ഐഡിയ ഒക്കെ വന്ന് ഐഡിയ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് അത് നടപ്പിലാവാൻ പോവുകയാണ്. ദീപുവേട്ടന് ഇതുവരെ സർപ്രൈസ് കിട്ടിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഇതുവരെ സർപ്രൈസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ദീപുവേട്ടൻ എനിക്ക് സർപ്രൈസ് തന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഐഫോൺ വാങ്ങി തന്ന സർപ്രൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല എക്സൈറ്റഡ് ആണ്. രാവിലെ തൊട്ടേ എൻ്റെ അടുക്ക എവിടെയാണ് പോകണ്ടേ, ലൊക്കേഷൻ പറയും, അല്ലെ ആരാ വരുന്നേ, ഞാൻ അവരെ വിളിച്ച് പറയണോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെന്നറിയാം. പക്ഷെ ഞാൻ ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബീച്ചിൽ പോകണം, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം 6:10 ആവാനായി. 6:15 ആകുമ്പോഴേക്കെങ്കിലും നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് ബീച്ചിലെത്തണം. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ദീപുവേട്ടൻ കേൾക്കും എന്താ സർപ്രൈസ്. ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വഴിയെ കാണാം. ഇത് ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ്. എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടിന് ഏച്ചിക്കും പിന്നെ ദീപുവേട്ടനൊക്കെ ലീവ് ആയിരുന്നു. പപ്പയ്ക്ക് ഇന്ന് ഓഫുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, മുട്ട മസാല, പിന്നെ സാലഡ്, ഉപ്പേരി. ഇത് പപ്പയ്ക്കാണ് കേട്ടോ. പപ്പ ഒരു ഉപ്പേരി കഴിക്കുന്ന ഒരാളാണ്. നമ്മളെ കൂട്ടത്തിൽ നമ്മളാരും അങ്ങനെ ഉപ്പേരി ഒന്നും കൂട്ടില്ല. പക്ഷെ പപ്പയ്ക്ക് ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അമ്മേൻ്റെ സ്പെഷ്യലാണ് മുട്ടേൻ്റെ ആ ഒരു മസാല. ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഫുഡിന് എന്തായാലും ഒരു കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കൂടുതൽ തോന്നും. അങ്ങനെ നമ്മൾ ഇറങ്ങി. സമയം 6:20. എന്താ പറയുക, ഞാൻ നല്ല എക്സൈറ്റഡാണ്. സംഭവം ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ. ഇടയ്ക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ചെറിയ ചെറിയ സർപ്രൈസസ് കൊടുക്കാറുണ്ടെങ്കിലും അപ്പോൾ അവർക്ക് അതൊക്കെ വലിയ കാര്യമാണ്. അച്ഛനായാലും അമ്മയ്ക്കായാലും നവിക്കായാലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട്. അവരെനിക്കും തരുത്തുണ്ട്. അതെല്ലാം അവർക്കെല്ലാം ഭയങ്കര കാര്യമാണ്. അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം ദീപുവേട്ടന് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എനിക്കുണ്ട്. അപ്പം ദീപുവേട്ടന് ആ സർപ്രൈസ് കാണുമ്പം ഒരു സർപ്രൈസ്ഡ് ആവുമോ ഇല്ല, ഓർക്ക് വലിയ അയ്യേ ഇതാണോ എന്നുള്ള പോലത്തെ എക്സ്പ്രഷൻ ആണോ വരിക എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പം സർപ്രൈസ് കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ് ആവേണ്ടതാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നത്. സംഭവം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അതാണ് പ്രശ്നം. അപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടാണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഏട്ടൻ കൂടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയിൽ ഓൺ വോയിസ് ആയിട്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാലൊക്കെ മനസ്സിലാവും. അപ്പം ഞാൻ ഒട്ടും മനസ്സിലാവാണ്ട് സർപ്രൈസ് ആക്കേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ എത്രയോ കാലമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അതായത് നമ്മുടെ ആനിവേഴ്സറി കഴിഞ്ഞപ്പം തൊട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തൊട്ട് അതൊന്നും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല, എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കണം. എന്താണെന്ന് അറിഞ്ഞൂടാ, ദീപുവേട്ടൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്ത് കൊടുക്കും. ദീപുവേട്ടൻ അങ്ങനെ ഗിഫ്റ്റ് വേണം നിർബന്ധമുള്ള ഒരാളേ അല്ല. പക്ഷേ എന്നാലും എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അത് കാണുമ്പോൾ ദീപുവേട്ടൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷമൊക്കെ കാണാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്.
അപ്പം പക്ഷേങ്കിൽ എന്തോ ഒരു ഭാഗ്യം പോലെ ബർത്ത്ഡേ ആകുമ്പോഴേക്ക് ഒരു ടൈം അടുത്താകുമ്പോഴേക്ക് എന്തേലൊക്കെ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. എൻ്റെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ വന്നു പെടും. അതുവരെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്ത് കൊടുക്കും എന്നുള്ളത്. പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊരു പെർഫ്യൂം സെറ്റ് ആയിരുന്നു. അത് ദീപാട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈറ്റ്മോസ്ഫിയറിൽ എത്തിയിട്ടുണ്ട്. ഈറ്റ്മോസ്ഫിയറിൽ എത്തിയപ്പോഴും ദീപാട്ടിന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ദീപാട്ടിനോട് പറഞ്ഞത് ഈറ്റ്മോസ്ഫിയറിൽ നമുക്ക് പോകാം, എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നാൽ പിന്നെ ഈറ്റ്മോസ്ഫിയറിൽ പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അവിടെ ഇരുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം, വേറെ സ്ഥലത്തേക്ക് പോകണം, അവിടെ ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ പുറത്തുനിന്ന് തന്നെ അവർ ഈ ഡെക്കറേഷൻ ചെയ്ത് വെച്ച ബലൂൺസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ദീപാട്ടിന് മനസ്സിലായി. പക്ഷേ എന്നിട്ടും മനസ്സിലായില്ല. അവിടെ എത്തിയപ്പോഴും എന്നോട് നമുക്ക് മുകളിലേക്ക് ഇരിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേണ്ട നമുക്ക് അകത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആർക്കും ചെറിയ ഡൗട്ട് അടിച്ചത്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇത് കണ്ടു ദൂരത്തുനിന്ന്. അപ്പോഴേ ആ ഒരു മുഖത്ത് ആ ഒരു ചിരിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലോണം ഇഷ്ടമായി, നല്ലോണം സർപ്രൈസ് ആയി എന്നൊക്കെ. അങ്ങനെ നമ്മൾ അടുത്തേക്ക് പോയി ആ ഒരു ഫുൾ ഡെക്കറേഷൻ, ടേബിളിൻ്റെ ഡെക്കറേഷൻ ആയാലും റോസസ് വെച്ചിട്ട് ആ ഒരു ഡെക്കറേഷൻ ചെയ്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് അവരോട് അറ്റ്മോസ്ഫിയറിലെ ഡെക്കറേഷൻ്റെ ആ ഒരു ടീം, ആ ഫുൾ ടീം ഡെക്കറേഷൻ മാത്രം പറഞ്ഞാൽ പോരാ. നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത് അവിടെ ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു. കുട്ടി എൻ്റെ ഏജ് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ ആ ചങ്ങായിയാണ് നമുക്കൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായത്. ആളോടായാലൊക്കെ നല്ല താങ്ക്സ് ഉണ്ട്. നമ്മളിപ്പം 2 കപ്പിൾസ് മാത്രം പോകുമ്പോൾ 2 ആളത് ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആൾ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പാക്കേജിൽ വരുന്നത് 2 ഗ്ലാസ് വൈന്, ഒരു കേക്ക്, ഒരു മിനി കേക്കാണ്. പിന്നെ ഈ ഡെക്കറേഷനൊക്കെയാണ് വരുന്നത്. ഫുഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. അപ്പം വൈനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈന് ഒരു മൊഹിറ്റോൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. കറക്റ്റ് ആ ഒരു വൈന് പോലെ എനിക്ക് തോന്നിയില്ല, പക്ഷേ എനിക്കിഷ്ടമായി. ഒരു സ്ട്രോബെറി ഫ്ലേവറൊക്കെ ആയിട്ട്. കേക്ക് നമുക്ക് റെഡ് വെൽവെറ്റ് ആയിരുന്നു. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രീം ആയാലും അങ്ങനെ ഓവർ ക്രീം നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യത്തിന് ക്രീം, അധികം മധുരമൊന്നും അല്ലാണ്ട് നമ്മളെ രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു ബീഫ് ലസാനിയും പിന്നെ ഒരു പിസ്സയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്, ചിക്കൻ പിസ്സ. അപ്പോൾ കേക്ക് കഴിച്ചിട്ട് അത്യാവശ്യം വയറ് ഹെവി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ഐറ്റം മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ, കൂടുതലൊന്നും ഓർഡർ ചെയ്തില്ല. ഇതെന്നെ മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല, വയറ് ഫില്ലായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലസാനിയ കഴിക്കുന്നത്. ബീഫ് ആയാലും ചിക്കൻ ആയാലൊക്കെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഓർഡർ ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ദീപുവേട്ടൻ എന്നോട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പാസ്ത ഷീറ്റ് ഉണ്ടല്ലോ, പാസ്ത ഷീറ്റിൽ ഈ ബീഫിൻ്റെ ഫില്ലിങ്സ് വരുന്ന, പിന്നെ ഫുൾ ക്രീമി ആയിട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 4 കട്ട് ചെയ്ത് അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫില്ലിങ്സ് ഉണ്ടായിരുന്നു പിസ്സയിൽ. അതേപോലെ 8 പീസായിട്ടായിരുന്നു അവർ കട്ട് ചെയ്തിട്ടുണ്ടായത്. ലാസ്റ്റോട്ടാകുമ്പോഴേക്ക് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും വേസ്റ്റ് ആക്കേണ്ട അയച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാൻഡിൽസൊക്കെ ഫുഡ് കഴിക്കാൻ ഒരു സ്പേസിന് വേണ്ടിയിട്ട്. അപ്പോൾ റോസ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങാൻ പോയപ്പോഴാണ് ഏട്ടൻ എന്നോട് നമുക്ക് മുകളിൽ എന്താണെന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞത്. മുകളിൽ ഓപ്പൺ സീറ്റിംഗ് ആണ് വരുന്നത്. മുകളിൽ
നല്ല തിരക്കുണ്ടായിരുന്നു. താഴെ നമ്മളിരുന്ന ഏരിയയിലൊന്നും അങ്ങനെ തിരക്കുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു തിരക്ക് കുറവാണ്, ആൾക്കാരൊക്കെ പോയി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മുകളിലായിരുന്നു കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടായത്. ഈ ഡെക്കറേഷനൊക്കെ അവർ താഴെ ഉള്ളിൽ ആ ഒരു ബീച്ച് നമുക്ക് പുറത്തേക്ക് കാണുന്ന പോലെയാണ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായത്. അപ്പം ഞാനൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നുള്ളൊരു തീമിലാണ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടായത്. നമുക്ക് ഏത് ടൈം വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. പക്ഷേ എനിക്ക് പോയപ്പോൾ തോന്നി നമ്മൾ ഈവനിങ് ഒക്കെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാവുമ്പോൾ നമുക്ക് കടൽ കണ്ടുകൊണ്ടിരിക്കാം. ഇത് രാത്രി ആയതുകൊണ്ട് റിഫ്ലക്ഷനിൽ അങ്ങനെ കടൽ കാണുന്നുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് കേക്ക് വാങ്ങേണ്ടിയിട്ട് കേക്ക് സ്റ്റുഡിയോയിൽ നിർത്തി മക്കൾക്ക് കേക്ക് കൊണ്ടു കൊടുക്കേണ്ടിയിട്ടാണ്. അവിടുന്ന് ചെറിയ കേക്കാണല്ലോ കിട്ടിയത്. അത് നമ്മൾ രണ്ടാളും ഓരോ പീസ് ഷെയർ ചെയ്തെടുത്തപ്പോൾ അതിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാൻജും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പിസ്താഷ്യൂവിൻ്റെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാം. നമുക്ക് വീട്ടിൽ ഞാൻ അമ്മയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്താണ് എങ്ങനെയാണെന്നൊന്നും അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തി ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് ഞാൻ ദീപാവലിന് കൊടുത്ത സെക്കൻഡ് ഗിഫ്റ്റ്. ഫസ്റ്റ് ഞാൻ രാവിലെ ടീഷർട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ടീഷർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിചാരിക്കുമല്ലോ ഓക്കെ ഇതാണ് ഗിഫ്റ്റ് എന്ന് വിചാരിച്ചോളും. അങ്ങനെ രാത്രി തിരിച്ച് റൂമിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായത്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 പെർഫ്യൂമാണ്. രണ്ടും സെപ്പറേറ്റ് വാങ്ങി ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്യിച്ചതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത് നെക്സ്റ്റ് ഡേ ആണ്. അന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് തുറന്നിട്ടുണ്ടായില്ല അന്ന് രാത്രി. അപ്പം ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യിച്ചു, എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്താണ് ചെയ്യിച്ചത്. പക്ഷെ അത് വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു ബോക്സിൽ അവരങ്ങനെ കവർ ചെയ്ത് തരികയാണ് ചെയ്തത്. ആ ഒരു ബോക്സ് കാണാനായാലും അത്ര വലിയൊരു രസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നോട്ടൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ നോട്ടൊക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ എഴുതിച്ച നോട്ടാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായത്. ഞാൻ പ്രതീക്ഷിച്ചത് അത് ജസ്റ്റ് ഒരു കാർഡിലൊക്കെ നല്ല രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേങ്കിൽ പെർഫ്യൂം 2 ദീപാവലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു പാർക്ക് അവന്യൂവിൻ്റെ പെർഫ്യൂമും പിന്നെ ഒന്ന് വേറൊരു ബ്രാൻഡായിരുന്നു. അതേതായിരുന്നു ഞാൻ മറന്നുപോയി സംഭവം. ഡെൻവറിൻ്റെ ബ്രാൻഡായിരുന്നു. ഡെൻവറും പിന്നെ ഒന്ന് പാർക്ക് അവന്യൂവിൻ്റെയും 2 പെർഫ്യൂമും കണ്ടപ്പോൾ ദീപാവലിന് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലോ ഒരു പെർഫ്യൂം ലവറാണ് ആള്. എവിടെ പോകുകയാണെങ്കിലും പെർഫ്യൂം അടിക്കാണ്ട് പോകുകയില്ല. വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ തന്നെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ പെർഫ്യൂം അടിക്കും. എനിക്കും അമ്മയ്ക്കൊന്നും അത്ര അതിൻ്റെ സ്മെല്ല് പറ്റില്ല. എനിക്ക് ചില സ്മെല്ലൊക്കെ ഭയങ്കര തലവേദന എടുക്കും. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലൊക്കെ വേഗം പെർഫ്യൂം വാങ്ങാൻ നോക്കും. അപ്പം ഞാനിങ്ങനെ ബാക്കോട്ട് വിളിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പം ഞാൻ ശരിക്കും കണ്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. ഞാൻ കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം സ്മെല്ലല്ലാണ്ട് ഒരു മൈൽഡ് സ്മെല്ലൊക്കെ വരുന്ന ടൈപ്പ്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ പാക്കേജ് ഉണ്ടല്ലോ നമ്മളെ പുറത്ത് ഞാൻ കവർ ചെയ്യിപ്പിച്ച ഗിഫ്റ്റ് റാപ്പ്, അതിനെക്കാളും എനിക്ക് ഇഷ്ടമായത് ഈ പെർഫ്യൂമിൻ്റെ പാക്കേജാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സ്മെല്ലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു ഇനി ഇത് അടിച്ചാൽ മതി. വണ്ടിയിലൊക്കെ പോകുന്ന സമയം കാറിലൊക്കെ ഭയങ്കര കുത്തുന്ന സ്മെല്ലാണെങ്കിൽ നമുക്ക് തലവേദന എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് 2 അടിച്ചിട്ടില്ല. അത് 2 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ടൈം സ്മെല്ല് ചെയ്ത് നോക്കിയതിന് ശേഷം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എൻ്റെ സർപ്രൈസ് സക്സസ് ആയി. നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അത് മുറിച്ച് മക്കൾക്കൊക്കെ കൊടുത്തു. ബിഗ് ബോസ് കാണാനിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, നമ്മൾ വരുമ്പോഴേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹോട്ട്സ്റ്റാറിൽ ബാക്ക് അടിച്ചൊക്കെ കണ്ട് ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇപ്പോൾ 10:30 കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് നമുക്ക് ദീപാവലിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട്. ദീപാവലി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ശരിക്കും സർപ്രൈസായി. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കയറുമെന്ന് തന്നെ ഞാൻ ചുറ്റിലും നോക്കി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ എന്താ ദീപാവലിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം. വേറെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്നിട്ടാണ് ശരിക്കുള്ള സ്ഥലത്തേക്ക് പോവുക. അവർക്കൊക്കെ ചിലവ് കൊടുക്കണം, ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാനെന്നിട്ടിങ്ങനെ ഡൗട്ട് അടിക്കാണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അറ്റ്മോസ്ഫിയർ വേണോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ തക്കാരത്തിൽ അങ്ങാതെ പോയാലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയാലോ, ഷെഫ് പിള്ളേക്ക് ഏരിയാലോ, ഇങ്ങനെ കിടക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അല്ല ഈ അറ്റ്മോസ്ഫിയർ നമ്മൾ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ സംശയം തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ വണ്ടി ഇറങ്ങി നോക്കുമ്പോൾ ബലൂൺ ഞാൻ കാണുന്നുണ്ട്. അപ്പം എനിക്ക് നീ ഇതിപ്പോൾ ദീപട്ടെ കാണും എന്തായാലും മനസ്സിലാവും കാര്യം. നമ്മൾ അവിടത്തേക്ക് കയറുമ്പോൾ ദീപടം പറഞ്ഞ് നമുക്ക് മുകളിലിരിക്കാം റൂഫ് ടോപ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഉള്ളിലിരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വേണ്ട വാന്നൊക്കെ വേണ്ട തുറക്കുമ്പോഴേക്കും എൻ്റെ ദീപയുടെ നെക്സ്റ്റ് കാര്യം മനസ്സിലായി എന്തോ ഉണ്ട് എന്ന്. പിന്നെ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നല്ലോണം മനസ്സിലായി.
ഞാൻ അതിന്റെ മുമ്പ് കൗണ്ടറിന്ന് ഇവളോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കാണുന്നുണ്ടല്ലോ എന്ന്. അത് കേട്ടിരുന്നു? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അപ്പൊ എന്തായാലും സക്സസ് അല്ലേ? സക്സസ് ആണ്. അതുകൊണ്ട് അടുത്ത ബർത്ത്ഡേക്ക് ഇതിനെക്കാട് അടിപൊളിയാക്കി ഗ്രാൻഡാക്കി ഇറക്കി തരുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇനി കുറെ മാസങ്ങൾ ഉണ്ടല്ലോ. പ്ലാനിങ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഏപ്രിലുള്ള ബർത്ത്ഡേക്ക് ഓഗസ്റ്റിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.